നമസ്കാരം. 2025 മെയ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് ഇടവമാസം 2-ാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം 26-ാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:07, അസ്തമയം വൈകുന്നേരം 6:30. വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ചതുർത്ഥി തിഥിയാണ്. ചതുർത്ഥി തിഥി ശനിയാഴ്ച പുലർച്ചെ 5:14 വരെ ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2:09 മൂലം നക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം 4:09. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മൂലം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ അധ്യായത്തിൽ മൂലം നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളാണ് ഞാൻ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഇടവമാസം 2-ാം തീയതിയാണ്. ഈ ഇടവമാസം 2-ാം തീയതി വെള്ളിയാഴ്ച ദിവസം 27 നക്ഷത്ര ജാതകരും ജീവിതയാത്ര ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഭഗവാനോട് പ്രാർത്ഥിക്കും. ഭഗവാനെ, മഹാദേവ, വിഷ്ണുദേവ, ഗുരുവായൂരപ്പ, അങ്ങനെ അവരവരുടെ ഇഷ്ടപ്രകാരമുള്ള നാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. ഇന്നത്തെ ദിവസം എനിക്ക് അനുകൂലമാകണമേ. ഇന്ന് ഞാൻ കണ്ടുമുട്ടുന്നവർ സത്യമുള്ളവരായിരിക്കണമേ. അവർ യഥാർത്ഥ സ്നേഹം ഉള്ളവരായിരിക്കണമേ. ആത്മാർത്ഥതയുള്ളവരായിരിക്കണമേ. എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാകണമേ. എനിക്ക് അവർക്ക് സ്നേഹം തിരിച്ചു കൊടുക്കാൻ കഴിയണമേ. എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കണമേ. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കണമേ. എൻ്റെ മക്കൾ എന്നെ അനുസരിക്കണമേ. എൻ്റെ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കണമേ. ഞാൻ യാത്ര ചെയ്യുമ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകരുത്. ആപത്തുകളോ അനർത്ഥങ്ങളോ ഉണ്ടാകരുത്. ഞാൻ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വ്യാപാരം ചെയ്യുമ്പോൾ, തൊഴിൽ ചെയ്യുമ്പോൾ അവിടെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് 27 നക്ഷത്ര ജാതകരും ഓരോ ദിവസവും അവരുടെ ജീവിതത്തിൽ ജീവിതമെന്ന് പറയുന്ന യാത്ര ആരംഭിക്കുന്നത്. ഇങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഈ ജീവിതയാത്ര ആരംഭിക്കുമ്പോൾ ഈ ജീവിതയാത്രയിൽ അനുകൂലമായ അനുഭവങ്ങൾ കുറേ നാളുകാർക്ക് വന്നു ചേരും. കുറേ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ജ്യോതിഷം പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഈ വെള്ളിയാഴ്ച ദിവസം രേവതി, വിശാഖം, ചിത്തിര, മകം, അശ്വതി, പൂരം, തൃക്കേട്ട ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. രേവതി, വിശാഖം, ചിത്തിര, മകം, പൂരം, അശ്വതി, തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ വെള്ളിയാഴ്ച ദിവസം ജീവിതയാത്രയിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അവർ കണ്ടുമുട്ടുന്നവർക്ക് സ്നേഹമുള്ളവരായിരിക്കാം, സത്യമുള്ളവരായിരിക്കാം, ആത്മാർത്ഥതയോടുകൂടി ഇവരുമായിട്ട് സഹകരിക്കുന്നവരായിരിക്കാം. ഇവരുടെ കൊടുത്തുവാങ്ങലിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. തൊഴിലിടങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. മേലധികാരികളുടെ പ്രശംസയും അംഗീകാരവും ഒക്കെ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അങ്ങനെ നല്ല അനുഭവങ്ങൾ ഈ നാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസം ഉണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത്. രേവതി, വിശാഖം, ചിത്തിര, മകം, പൂരം, അശ്വതി, തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് അത് സംഭവിക്കുക എന്ന് ജ്യോതിഷം പറയുന്നു. ഇതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച ദിവസം നല്ല അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജീവിതത്തിൽ വെള്ളിയാഴ്ച ദിവസം ജീവിതയാത്ര ചെയ്യുന്നവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് പറഞ്ഞുവല്ലോ. അപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ കാർത്തിക, മുക്കാൽ, രോഹിണി, മകേരം, അനിഴം, ചോതി, അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അവരുടെ ജീവിതയാത്ര തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ആപത്തനർത്ഥങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ധനനഷ്ടം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഇന്നുവരെയും കണ്ടുമുട്ടിയിട്ടില്ലാത്തൊരു വ്യക്തി, ജീവിതത്തിൽ ഇന്നുവരെയും കാണാത്തൊരു വ്യക്തി പെട്ടെന്ന് ശത്രുവായി മാറുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരാണ് കാർത്തിക, മുക്കാൽ, രോഹിണി, മകേരം, അനിഴം, ചോതി, അത്തം എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവമായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. ഇനി വെള്ളിയാഴ്ച ദിവസം ഈ ജീവിതയാത്രയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം തിരഞ്ഞെടുക്കണമെന്ന് ജ്യോതിഷം പറയുന്നു. ഈ ഭൂമിയിലെ ജീവിതയാത്ര നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല. എപ്പോഴും നമുക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല. പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരാം. അതോടൊപ്പം തന്നെ സന്തോഷവും സമാധാനവും ഉണ്ടാകാം. ഈ സന്തോഷവും സമാധാനവും എപ്പം വേണേലും നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ശുഭസമയങ്ങളിൽ ചെയ്യണമെന്ന് ജ്യോതിഷം നിഷ്കർഷിക്കുന്നു.
വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:07 മുതൽ 7:37 വരെയുള്ള സമയം അതിനായിട്ട് തിരഞ്ഞെടുക്കാം. പിന്നീട് 9:07 മുതൽ 10:37 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായിട്ട് തിരഞ്ഞെടുക്കാം. പിന്നീട് ഉച്ചയ്ക്ക് 11:36 മുതൽ ഉച്ചകഴിഞ്ഞ് 1:37 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായിട്ട് തിരഞ്ഞെടുക്കാം. പിന്നീട് ഉച്ചകഴിഞ്ഞ് 3:07 മുതൽ 5:07 വരെയുള്ള കാര്യവും ശുഭകാര്യങ്ങൾക്കായിട്ട് തിരഞ്ഞെടുക്കാവുന്ന സമയമാണെന്ന് ജ്യോതിഷം വേർതിരിച്ചു പറയുന്നു. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്ത് പോകുമ്പോൾ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണെങ്കിലും 4-5 വർഷം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെ എല്ലാമുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. എല്ലാമുള്ള മറ്റുള്ളവരെ പോലെ ഈ ജാതകരും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരും എത്തിച്ചേരുന്നു. അപ്പോൾ അതാണ് ജ്യോതിഷത്തിൻ്റെ ശക്തി, അവിടെയാണ് വന്നു ചേരുക. അപ്പോൾ അത് വിശ്വാസത്തോടു കൂടി ചെയ്യണം. ഏതൊരു കാര്യം ചെയ്യാലും ആ ശുഭസമയം നോക്കിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വീട്ടിലേപ്പർക്ക് ഒരു 10 രൂപയുടെ ഒരു തവി മേടിച്ചാൽ പോലും ആ നല്ല സമയത്ത് മേടിച്ചു കഴിഞ്ഞാൽ ആ അടുക്കളയിൽ ആ തവി കൊണ്ടുവെക്കുമ്പോൾ ആ അടുക്കളയിൽ ഐശ്വര്യം ഉണ്ടാകും. ആ അടുക്കളയിൽ ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. അവിടെ എപ്പോഴും നിറഞ്ഞ ഒരു അനുഭവം ഉണ്ടാകും. അവിടെ പട്ടിണി ഉണ്ടാകത്തില്ല. ചില വീടുകളിലൊക്കെ എത്ര വാങ്ങിച്ചാലും തികഞ്ഞു പറ്റത്തില്ല. എത്രമാത്രം പച്ചക്കറി മേടിച്ചാലും എത്രമാത്രം അരിയും വീട്ടു സാധനങ്ങളൊക്കെ മേടിച്ചാലും ചില വീടുകളിൽ തികഞ്ഞു പറ്റത്തില്ല. അതിൻ്റെ കാരണം അവിടെ എപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്നു. അപ്പോൾ എപ്പോഴും കടയിലോട്ട് ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ല, അവിടെ ഒരു നിറഞ്ഞ അനുഭവം ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും സമൃദ്ധി അവിടെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇനി ചിന്തിക്കുന്നൊരു വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസത്തീയതി വെച്ചാണ്. തീയതി 16 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 7 വരും. ഏതൊരു മാസത്തെ 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായൊരു ദിവസമാണ്. പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ OZ എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. ഇനി ഈ അധ്യായത്തിൽ പറയുന്ന വിഷയം വെള്ളിയാഴ്ച ദിവസം ധനപരമായ നേട്ടം. ജീവിതയാത്ര ചെയ്യുന്നത് എന്തിനാണ്? ധനപരമായ നേട്ടത്തിന് വേണ്ടിയാണ് ജീവിതയാത്ര ചെയ്യുന്നത്. പലരും അങ്ങനെയാണ്. ധനമില്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിലുള്ള ജീവിതം ബുദ്ധിമുട്ടാണ്. നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കും, അല്ലേ? അപ്പം നമുക്ക് ഈ ഭൂമിയിൽ അടിസ്ഥാനമായിട്ട് വേണ്ടിയൊരു കാര്യമാണ് ധനം. അപ്പം ധനം നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ ജീവിതം നരകതുല്യമാണ്. ഈ ഭൂമിയിലെ ജീവിതം നരകതുല്യമാണ്. അപ്പോൾ ജ്യോതിഷം പറയുന്നു വെള്ളിയാഴ്ച ദിവസം മൂലനക്ഷത്രം വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം 4:09 വരെ ഉണ്ട്. മൂലനക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് കുറേ നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. ധനപരമായ ഇടപാടുകളൊക്കെ നടത്തുവാൻ അവർക്ക് അനുകൂലമായ ദിവസമാണ്. അപ്പോൾ ഏതൊക്കെ നാളുകാരാണെന്ന് ചിന്തിക്കാം. തൃക്കേട്ട, അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് ജ്യോതിഷം പറയുന്നു. അവരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ജീവിത വിജയം ഉണ്ടാകും. കൊടുത്തുവാങ്ങലിന് അനുകൂലമായ ദിവസമാണ്. കടം മേടിച്ചാലും ഒക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് തൃക്കേട്ട, അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി എന്നീ നാളുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടല്ലോ, അവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനി ലോട്ടറിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നക്ഷത്രഫലത്തെക്കുറിച്ചും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ രണ്ടും കാണുവാൻ പ്രിയപ്പെട്ടവർ ശ്രമിക്കുക. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.